കൊല്ലം കുരിപ്പുഴയിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 10ഓളം മത്സ്യബന്ധന ബോട്ടുകളാണ് കത്തി അമർന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 ഈ വലിയ ദുരന്തമുണ്ടായത്. എങ്ങനെയാണ് ഈ ബോട്ടുകൾക്ക് തീ പിടിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ സൂചനകളൊന്നും ലഭ്യമല്ല. അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും 10ഓളം ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യം. നേരത്തെ അവിടെയുള്ള പ്രദേശവാസികളടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അന്നത്തെ അന്നത്തിനായി ആഴക്കടലിൽ പോയി പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ് ഈ അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ കത്തി അമർന്നിട്ടുള്ളത്. ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ ബോട്ടുകളുടെ ഉടമകളുമൊക്കെ തിരുവനന്തപുരം സ്വദേശികളൊക്കെ തന്നെയാണ്. അവര് ഈ ശനിയാഴ്ച ആയതിനാൽ തന്നെ നാട്ടിലേക്ക് ഈ ബോട്ടുകൾ കായലിൽ പോയതിനു ശേഷം ആണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ അവർ ഈ ബോട്ടുകളിൽ തന്നെയാണ് തങ്ങാറുണ്ടായിരുന്നത്. ശനിയാഴ്ച ആയതിനാൽ മാത്രമാണ് അവർ നാട്ടിലേക്ക് പോയത്. അതിനാൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആളപായമില്ല, ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ വലിയ നഷ്ടമാണ് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കുണ്ടായിരിക്കുന്നത്. 50 ലക്ഷത്തോളം രൂപ വില വരുന്ന വല അത് പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു. 10ഓളം ബോട്ടുകൾ നഷ്ടമായി എന്ന് പറയുമ്പോൾ അത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം തന്നെയാണ് ആ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ഏകദേശം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബോട്ടിൽ പോലും തീ അവശേഷിക്കുന്നില്ല എന്നതാണോ സാഹചര്യം? ഇപ്പോഴും ഒരു ബോട്ടിൽ തീ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ബോട്ടിലേക്ക് തീ അണയ്ക്കാൻ അല്പം പ്രയാസപ്പെടുകയാണ്. കാരണം അല്പം ദൂരെയാണ് ആ ബോട്ടുള്ളത്, കരയിൽ നിന്ന് അല്പം ദൂരെയാണ്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചേർന്ന് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. ഒരു ബോട്ട് പൂർണ്ണമായി കത്തി അമരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മുൻഭാഗത്ത് തന്നെ അവിടെ വല വെച്ചിട്ടുണ്ട്. ആ വല കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ആ വലയാണ്, അതായത് ഏകദേശം 50 ലക്ഷം രൂപയുടെ വില വരുന്ന വലകളുണ്ട്. അതിൽ ഒപ്പം തന്നെ 750, 500 അല്ലെങ്കിൽ 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്ക് ഉണ്ട്. അതിൽ നിറച്ചും ഡീസലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായി എല്ലാം സജ്ജീകരിച്ചു വെച്ച ബോട്ടിലാണ് ഇന്ന് പുലർച്ചെ 1:30 തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തം ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ബോട്ടിൽ മാത്രമാണ് ഇപ്പോൾ തീ അവശേഷിക്കുന്നുള്ളത് എന്നുള്ളതാണ് പ്രധാന കാര്യം. മറ്റൊരു പ്രധാനമായി ഇവർ പറയുന്നത് ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്ത് ഏകദേശം 18-20 ബോട്ടുകൾ നിർത്തിയിട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിർത്തിയിട്ട ബോട്ടുകളിൽ നിന്നുള്ള ഏകദേശം 10 ബോട്ടുകൾക്ക് തീപിടുത്തം ഉണ്ടായി. അങ്ങനെ 10 ബോട്ടുകൾക്കുണ്ടായപ്പോൾ തന്നെ ഉടൻ തന്നെ ഇവിടെ നാട്ടുകാരെത്തുകയും ആ നാട്ടുകാർ ചേർന്ന് ആ ബോട്ട് ഇത് ഡിസ്കണക്ട് ചെയ്യുകയും, അതായത് പരസ്പരം ബന്ധിച്ചുകൊണ്ടായിരുന്നു ബോട്ടുകൾ ഉണ്ടായിരുന്നത്. ആ ബന്ധനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് നേരെ ഒഴുക്കി വിടുകയായിരുന്നു. അങ്ങനെ കുറേ ബോട്ടുകൾ രക്ഷപ്പെട്ടു. പക്ഷേ 10 ബോട്ടുകൾ പൂർണ്ണമായി തന്നെ തീ പിടിക്കുകയും ചെയ്തു. ആ ബോട്ടുകളാണിപ്പോൾ കത്തി നശിച്ചത്. ഏകദേശം 9 ബോട്ടുകൾ പൂർണ്ണമായി കത്തി അമർന്ന ചാരമായി കിടക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ബോട്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് കത്തി അമരുകയാണ്. അതായത് കെടുത്താൻ അല്ലെങ്കിൽ അവിടേക്ക് ഫയർഫോഴ്സിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ ഓരോരുത്തരും പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവരുടേതാണ് ചേട്ടൻ്റെ ബോട്ടാണോ? ഏതാ ചേട്ടൻ്റെ ബോട്ട്? സെൻറ് മേരീസ് ബോട്ട്. അതിപ്പോൾ കത്തി നശിച്ച് താഴെ പോയി. സംഭവം ഇത് ആരും അങ്ങനെ വെറുതെ ഇത് കത്തത്തില്ല. ഇതിപ്പോൾ ഇത്ര വർഷം കൂടി ഞങ്ങൾ പണിയുന്നതാണ്. അങ്ങനെ വെറുതെ ഇത് രാത്രി 12 മണിയാകുമ്പോൾ നല്ല തണുപ്പാണ്. അങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. കാരണം എല്ലാവരും ഇവിടെ പോകുമ്പം അതായത് സേഫ്റ്റി, അതായത് നമുക്കറിയാമല്ലോ, എല്ലാ സേഫ്റ്റി നോക്കി എല്ലാ ബാറ്ററി ഇൻവെർട്ടർ എല്ലാം കണക്ഷനെ ഊരിട്ട് അങ്ങനെ വയർ സർക്കുലേഷൻ വരത്തില്ല, ഒരിക്കലും ഒന്നും വരത്തില്ല. ഇത് തീ പിടിക്കാൻ സാധ്യതയില്ല. ഇവിടെ 100% തീ പിടിക്കാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ സാധനവും ഞങ്ങൾ സേഫ്റ്റിയാണ്. കാരണം ഇവിടെ ഒന്ന് നശിച്ച് എല്ലാം നശിക്കും പറഞ്ഞ് ഞങ്ങൾ 100% സേഫ്റ്റിയാണ്. ഈ രാത്രി 12:30 ഇവിടെ തീ പിടിച്ചെന്ന് പറയുന്നത്. ഈ രാത്രി 12 മണിക്ക് എങ്ങനെ ഈ മഞ്ഞത്ത് സാധാരണ സമഗ്രമായ ഒരു അന്വേഷണം വേണം.
വേണം അല്ല ഇത് സംഭവം തീ ഒന്ന് ഉരച്ച് കത്തിച്ചാൽ കത്തത്തില്ല സംഭവം. അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായി കത്തിച്ചാൽ മാത്രമേ കാരണം തണുപ്പത്ത് കിടക്കുന്ന ഒരു സാധനത്തിന് ഒരു തീക്കുച്ച് പറഞ്ഞാൽ ഒരു സർക്കാരൊന്നും കത്തത്തില്ല. ഇത് നല്ലവണ്ണം എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിച്ചാൽ മാത്രമേ ഇത് കത്തത്തുള്ളൂ. എൻ്റെ ബോട്ട് അവിടെ നിർത്തിയിട്ടായിരുന്നോ? എൻ്റെ ബോട്ട് ഇവിടെ ഞാൻ പണി കഴിഞ്ഞിപ്പോൾ 4 ദിവസമായി. ഞാൻ വന്നിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പണിക്ക് പോകാൻ നിർത്തിയിട്ടുണ്ട്. പണിക്കുവാൻ സമയമാണ്. ഇലക്ഷൻ തീരാതെ എങ്ങനെ പണിക്കുവാൻ തുടങ്ങിയിട്ട് ഇലക്ഷൻ തീർന്നിട്ട് പണിക്കുവാൻ തുടങ്ങിയിട്ട് എല്ലാം തിരിച്ച് ഇവിടെ നിർത്തിയിട്ടിട്ട് പോയ ബോട്ടാണ്. എൻ്റെയും ഞങ്ങളുടെ ചേച്ചിയുടെ ബോട്ട് രണ്ട് ബോട്ടുണ്ട്. ഞങ്ങളുടെ 2 ബോട്ട് ഒരുമിച്ചാണ് പണി കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇവിടെ തന്നെയാണ് 2.5 വർഷം കൊണ്ട് കെട്ടിയിട്ടത്. ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒന്നും ഒരു ഇതാവത്തില്ല. വരുന്ന എല്ലാ സേഫ്റ്റിയാണ് ചെയ്യുന്നത്. ഏകദേശം എത്ര രൂപ നഷ്ടം ഉണ്ടായി കാണും? എൻ്റെ ബോട്ടിന് 60 ലക്ഷം രൂപ, അവരുടെ 60 ലക്ഷം രൂപ നഷ്ടമുണ്ട്. പുതിയ ബോട്ടാണ്. രണ്ടും പുതിയ ബോട്ടാണ്. എല്ലാം ഫുൾ പുതിയതായിട്ട് ഇറക്കിയ ബോട്ടാണ്. വല വേറെയും എല്ലാം ചേർത്താണ്. വലയുടെ എല്ലാം ചേർത്തിട്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാം കട മേടിച്ച് അതിന് എടുത്ത ബോട്ടുകൾ. എന്തായാലും ഇതിലൊരു സമഗ്ര അന്വേഷണം വേണം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻ്റണി എന്നാണ്. പൊഴിയൂർ ആൻ്റണി. ആൻ്റണി ചേട്ടൻ്റെ സ്വന്തം ബോട്ടാണോ അല്ലെ പാർട്ട്ണർഷിപ്പ്? സ്വന്തം പാർട്ട്ണർഷിപ്പ് ഉണ്ട്. 3 പേരായിട്ടാണ് ചെയ്യുന്നത്. 3 പേർ ചേർന്ന് 3 പേർ ചേർന്നിട്ട് തന്നെയാണ് ജോലിക്ക് പോകുന്നത്? ഞാൻ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ഞങ്ങൾ തന്നെയാണ് ഞങ്ങളാണ് ജോലിക്ക് പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഒരു ബോട്ടിൽ? ഞങ്ങൾ ഒരു ബോട്ടിൽ 9 പേര്, 8 പേര്, 10 പേര്. ആൾ കിട്ടുന്നതനുസരിച്ച് 10 പേരും അങ്ങനെ പോകും. കുറച്ച് ചെറിയ ബോട്ടാണ്? ഇല്ല, ഞങ്ങളുടെ എല്ലാം ഒരേ സെയിം 42 അടി ബോട്ട്, 50 അടി ബോട്ട്, ആ ലെവലിലുള്ള ബോട്ടുകളല്ല. എല്ലാ ലെവലിലുള്ള ബോട്ടുകൾ. എന്തായാലും ഇതിലൊരു അന്വേഷണം വേണമെന്നാണ് ചേട്ടൻ അന്വേഷിച്ച് വേണം. തീർച്ചയായിട്ടും വേണം. കാരണം ഇത് ഇങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. ഇത് ആദ്യമാണ്. ഒരിക്കലും ഇത്ര ഇങ്ങനെ വെറുതെ കത്തത്തില്ല. ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഈ വീട്ടുകാരുടെ ചിലപ്പോൾ അല്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കസവിശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദേശീയക്കാർക്ക് നമ്മൾ പേര് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ട്, എന്തായാലും ഉണ്ട്, ഇല്ലാതിരിക്കത്തില്ല. ദേശീയക്കാരെന്ന് പറയാനല്ല, ഇപ്പം നമ്മുടെ കായലിലുള്ള വള്ളക്കാരും പിന്നെ പരിസരം അങ്ങനെയുള്ള ആ വ്യക്തിയെ ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ. പിള്ളേർക്ക് അവർക്ക് തിരുവനന്തപുരത്തുകാരല്ലേ, പരിസരക്കാരെ ഇങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. 2 വർഷം ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല. ഇവിടെ വരുന്ന ഞങ്ങൾ ഇതിനേക്കാൾ അധികമായിട്ട് ബോട്ട് ഇവിടെ കെട്ടിയിട്ട് പോയിട്ടുണ്ട്. 1.5 മാസം ഇവിടെ തന്നെയാണ് കിടന്നത്. നമ്മൾ ട്രോളിങ് വരുമ്പോൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ട്രോളിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 4 ദിവസം തന്നെയായി സംഭവം ഇങ്ങനെ കെട്ടിയിട്ട് പോയി. ഇത് ഇപ്പോൾ അങ്ങനെ വെറുതെ ഒന്നും എപ്പോഴും നിർത്തിയിട്ട് പോയ ബോട്ടുകൾ ഞങ്ങൾ ഇന്നലെ രാത്രി 8, ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രി 7 മണി ഇവിടെ ഉണ്ടായി. ഇവിടെ പകലൊക്കെ ആൾക്കാരുണ്ടായി. ഇവിടെ എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞങ്ങളുടെ തുമ്പിമോൾ ബോട്ടിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇപ്പോൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് മറ്റേ നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ മത്സ്യബന്ധന 9,000 രൂപ എടുക്കുന്നത്. അത് ഏത് ഇൻഷുറൻസ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. 9,000 രൂപ എടുക്കുന്നത്. ഫിഷിംഗ് ബോട്ടുകാർക്കെല്ലാം ക്ഷേമനിധി മാത്രമേ ഉള്ളൂ. ക്ഷേമനിധി ലൈസൻസ് പുതുക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഫിഷിംഗ് ബോട്ടിന് ഇല്ല. മുമ്പൊക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് ഇതൊക്കെ ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞു പോയി. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഇനി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷേമനിധിക്കകത്ത് എന്തോ എടുക്കാനാണ്. അപ്പോൾ മനുഷ്യരെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. എന്തായാലും ആന്റണി എന്ന് പറയുന്ന ഒരു ബോട്ട് ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ബോട്ട് പൂർണ്ണമായും കത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹം പറയുന്നത് ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഒരിക്കൽ പോലും തീ പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ബോട്ടിൽ ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടു. അതായത് അവശേഷിക്കുന്ന ഒരു ബോട്ടിൽ തീപിടുത്തം ഇപ്പോഴും കെടുത്താൻ സാധിച്ചില്ല. ആ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് അവരുടെ ആ ബോട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എത്തി ആ തീ കെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനായിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു ബോട്ടിൽ അവിടെ ഫയർഫോഴ്സ് എത്തുന്നു. അവിടെ നിന്ന് ആ ബോട്ടിലേക്കുള്ള തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.